എനിക്ക് ശരിക്കും എന്റെ പേരാണോ അറിയണേ, ക്യാരക്ടറിന്റെ പേര് വേണോ അതോ ഒറിജിനൽ പേരും വേണം? എന്റെ ഒറിജിനൽ പേര് അശ്വതി ചന്ദ് എന്നാണ്. ആ, പക്ഷെ അപ്പോഴൊരു ഡൗട്ട് പോയി, ചന്തി എന്നാണോ ചന്ദ്രിക അല്ലെങ്കിൽ ചന്ദ്രി വന്നെന്ന് ഡൗട്ട്. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഞാൻ അങ്ങനെ ഈ അറിഞ്ഞൂടാത്തൊരു ആർക്കും എന്റെ ഏജ് അറിയാൻ വഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ നിന്നാലും ഞാൻ എന്റെ ഏജ് പറയും. അതൊരു ട്രൂത്ത് ആണ് അല്ലെ, അതൊരു സത്യമാണ്. രണ്ടുപേരും ട്രിവാൻഡ്രം സ്ലാങ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെയാണ് ഈ സുനിയും ചന്ദ്രി എന്നുള്ള പേരിട്ട് ഒരു ക്യാരക്ടർ എൻട്രി സെറ്റായി. ഫസ്റ്റത്തെ ലോഞ്ച് ഈവന്റിന് ഉണ്ണിമുകുന്ദനായിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ അതിൽ തന്നെ കറക്റ്റ് ആയിട്ട് ഹിറ്റായി എന്നുവെച്ചാൽ കയറി അങ്ങ് കൊളുത്തി ഈ സാധനം. ഹലോ ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് ട്രിവാൻഡ്രം ആഴമല ശിവക്ഷേത്രത്തിൻ്റെ അടുത്ത് അമൃത റിസോർട്ടിലാണ്. ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ അശ്വതി ഉണ്ട്. അശ്വതി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അശ്വതി ചന്ദ്രിക. നമസ്കാരം, വെൽക്കം. എന്തെല്ലാം ആവട്ടെ, സുഖമാണോ? എനിക്ക് ശരിക്കും എന്റെ പേരാണോ അറിയണേ, ക്യാരക്ടറിന്റെ പേര് വേണോ അതോ പേരും വേണം, ഒറിജിനൽ പേരും വേണം? എന്റെ ഒറിജിനൽ പേര് അശ്വതി ചന്ദ് എന്നാണ്. ആ, പക്ഷെ അപ്പോഴൊരു ഡൗട്ട് പോയി, ചന്തി എന്നാണോ ചന്ദ്രിക അല്ലെങ്കിൽ ചന്ദ്രി വന്നെന്ന് ഡൗട്ട്. അല്ല, ശരിക്കും ആ ക്യാരക്ടറിന്റെ പേര് ചന്ദ്രിക എന്നാണ്. ചന്ദ്രിക എന്നാണ്. പിന്നെ അതിന്ന് ചന്ദ്രി ആയതാണ്. വിളിക്കാൻ എളുപ്പം അതല്ലേ, ചന്ദ്രി ചന്ദ്രി അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ വെച്ചിട്ടുണ്ടെങ്കിൽ അശ്വതി നിന്നും ചന്ദ്രികയിലേക്ക് മാറാനുള്ള ഒരു യാത്ര. മാറിയില്ലല്ലോ ഞാൻ. അല്ല, ഐ മീൻ ആ ക്യാരക്ടറിലേക്ക് മാറുന്നുണ്ടാവുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ക്വസ്റ്റ്യൻ മനസ്സിലായി, എങ്ങനെ വന്നു, എങ്ങനെയാണ് ആ ക്യാരക്ടറിലേക്ക്? ഞങ്ങളെ സ്ഥിരമായിട്ട് ഫോളോ ചെയ്യുന്ന ഓഡിയൻസിനൊക്കെ അറിയാം. കാര്യം ഞാൻ വേറെയും സ്ഥലങ്ങളിൽ ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട് ആ ഒരു ട്രാവല്. പക്ഷെ എന്നാലും പറയാം, ഷോർട്ടായിട്ട് പറയാം. ഞാൻ ഒരു എന്താ പറയുക, ഒരു 12 വർഷത്തിന് മേളിലായി ഈ ടെലിവിഷൻ ഫീൽഡിൽ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എന്നാലും ആദ്യത്തെ കുറേ കാലങ്ങളൊക്കെ ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ മുതൽ ചാനലിൽ വർക്ക് ചെയ്യുന്നുണ്ട് ആക്ട്രസ്സായിട്ട്. പക്ഷേ സീരിയൽസൊക്കെ ചെയ്തു. അത് കഴിഞ്ഞ് ഇടയ്ക്ക് സ്റ്റഡീസ് കാരണം ബ്രേക്കായി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ മാരേജിന് ശേഷം ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത് തിയേറ്ററിലാണ്. തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് ഡ്രാമ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് ഏഷ്യാനെറ്റ് കോമഡി സ്റ്റാർസ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ട്. അത് അറിഞ്ഞൂടാത്ത ആരും ഒരു മലയാളികളും ഇല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അത്രയും ഫേമസ് ആയിട്ടുള്ള നമ്മുടെ ജഗദീഷ് ഏട്ടനൊക്കെ ജഡ്ജ് ചെയ്യുന്ന ആ പ്രോഗ്രാം. അപ്പോൾ അതിലേക്കൊരു ക്യാരക്ടർ വേണമായിരുന്നു. അപ്പോൾ അത് ഒരു ഡ്രാമ ചെയ്യുന്നൊരു ക്യാരക്ടറായിരുന്നു. അപ്പോൾ എനിക്ക് വേണ്ടപ്പെട്ട എൻ്റെ ഒരു ബ്രദറുണ്ട്, അരുൺ എന്ന് പറഞ്ഞിട്ട്. സ്നേക് അരുൺ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫീൽഡിൽ എല്ലാവർക്കും അറിയാം. ആക്ടറാണ്, ഇപ്പോൾ സാന്ത്വന സീരിയലിലേക്കുള്ള ആക്ടറാണ്. അപ്പോൾ അരുണേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ മുന്നേ അരുൺ ചേട്ടനോട് ചോദിച്ചിരുന്നു, ചേട്ടൻ എന്തെങ്കിലും ക്യാരക്ടേഴ്സ് എന്തെങ്കിലും വരുവാണെങ്കിൽ എന്നെ വിളിക്കണേന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുള്ളി എന്നെ അതിൽ വിളിച്ചു. അതിൻ്റെ ഡയറക്ടർ ബൈജു മേലില്ല സാറിനെ ഇഷ്ടപ്പെട്ടു, ഞാൻ അഭിനയിച്ചത് ഇഷ്ടപ്പെട്ടു. അങ്ങനെ സാറ് പറഞ്ഞു ആ കുട്ടിയെ സ്ഥിരമായിട്ട് വിളിച്ചോളാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ കോമഡി എന്ന് പറയുന്നൊരു ഫീൽഡിലേക്ക് വരുന്നത്. അതുവരെ ഞാൻ സീരിയലുകളാണ് ചെയ്തിരുന്നത്. ഇപ്പം ദൂരദർശനിൽ അന്ന് ഞാൻ കുറച്ചുകൂടി യങ്ങല്ലേ, 18 വയസ്സെന്ന് പറയുമ്പോഴത്തേക്കും. പക്ഷെ പലർക്കും ഡൗട്ട് ഉണ്ട് ഇതിലൊക്കെ കാണുമ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ഞാൻ കിളവിയാണോ എന്നൊക്കെ, എന്നെ ആന്റിയാണോ കുഞ്ഞമ്മയാണോ എന്നൊക്കെ പിന്നെ ഇഷ്ടം പോലെ പേര്. പിന്നെ എന്നെ അങ്ങനെയൊക്കെ എന്നെ വിളിക്കുന്ന ചില സമയങ്ങളിൽ ചില ആൾക്കാർ വിളിക്കുമ്പോൾ നമ്മളെക്കാൾ ഇച്ചിരി പ്രായം കുറഞ്ഞ ആൾക്കാർ നമ്മൾ ആന്റിന്ന് വിളിച്ചാലോ അല്ലെങ്കിൽ അങ്ങനെ വിളിക്കുമ്പോൾ നമുക്ക് അല്ലല്ല അത്ര പ്രശ്നമില്ല. കുഞ്ഞുങ്ങളൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ കുറച്ച് ഏജ്ഡ് ആയിട്ടൊക്കെ ഉള്ള ആൾക്കാർ വന്നിട്ട് ആന്റിന്നൊക്കെ വിളിച്ച് സംസാരിക്കുമ്പോൾ, പക്ഷെ പിന്നെ വേറൊരു കാര്യം വെച്ചാൽ നേരിട്ട് കാണുമ്പോൾ അങ്ങനെ പലർക്കും എനിക്ക് അത്ര ഏജ് ഉള്ളതായിട്ട്, നീ എന്നെ കണ്ടപ്പോൾ തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമില്ലേ, അയ്യോ ചേച്ചി ഇത്ര പ്രായമുള്ളൂ, ഞാൻ ഇതിൽ കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഏജ് ഫീൽ ചെയ്യുന്നു. ഇതേ സെയിം ഇത് തന്നെയാണ് എല്ലാവർക്കും തോന്നുന്നത്. അങ്ങനെ ബാക്ക് ടു സ്റ്റോറി. അപ്പം ഞാൻ തിയേറ്ററിലാണ്. അപ്പം ഞാനിങ്ങനെ അരുൺ ചേട്ടനോട് പറഞ്ഞിരുന്നു. അങ്ങനെയാണ് അരുൺ ചേട്ടൻ എന്നെ ഇതിനകത്തോട്ട് വിളിക്കുന്നത്. അപ്പം അത് ഞാൻ പറഞ്ഞില്ലേ, 2016 എൻ്റെ മാരേജ്. അതായത് എൻ്റെ 25ാമത്തെ വയസ്സിൽ ആയിരുന്നു എൻ്റെ കല്യാണം. അപ്പം ആ ടൈമിൽ വന്നു. പിന്നെ അവിടെ നിന്നാണ് ഞാൻ ആ ഒരു കോമഡി ട്രാക്ക് പിടിക്കുന്നത്. അവിടെ കോമഡി സ്റ്റാർസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആക്കിയത് കോമഡി സ്റ്റാർസ് തന്നെയാണ്. പിന്നെ
ആൾക്കാർ അറിഞ്ഞു തുടങ്ങിയതും. അത് മാത്രമല്ല നമ്മളിൽ നമുക്ക് കഥാപാത്രങ്ങൾ ചെയ്യാൻ പറ്റും, നമ്മളിലൊരു എന്താ പറയുക ഒരു കോമഡി ചെയ്യാൻ പറ്റുന്ന ഒരു ആർട്ടിസ്റ്റ് എന്നിൽ ഒളിഞ്ഞു കിടപ്പുണ്ടെന്നൊക്കെ തിരിച്ചറിവ് കൂടുതൽ കിട്ടിയത് കോമഡി സ്റ്റാർസ് എന്നുള്ള പ്രോഗ്രാമിലൂടെയാണ്. കാരണം അതില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ അതിൽ വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ ഇപ്പോഴും തിയേറ്റർ ആർട്ടിസ്റ്റായിട്ട് തന്നെ ഒതുങ്ങി പോവായിരുന്നു. പിന്നെ എന്നെ സംബന്ധിച്ച് പിന്നെ എന്നിലൊരു അഭിനേത്രി ഉണ്ട് എന്ന് തിരിച്ചറിഞ്ഞത് ജിജിക്കുട്ടൻ മാഷാണ്. ജിജിക്കുട്ടൻ എന്ന് പറഞ്ഞിട്ട് ഈ ഡ്രാമ മുമ്പാണോ അതോ അതായത് ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ശരിക്കും ദൂരദർശനിൽ ശ്യാമാംബരം എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരിയലാണ് ആദ്യമായിട്ട് വരുന്നത്. എന്നെ ചാനലിലേക്ക് കൊണ്ടുവരുന്നത് വീണ ചേച്ചിയാണ്, വീണ നായർ. വീണ ചേച്ചിയുടെ അനിയത്തിയായിട്ടാണ് ഞാൻ ആദ്യമായിട്ട് സീരിയലിൽ അഭിനയിക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ ഫ്രണ്ടായിരുന്നു വീണ ചേച്ചി. അവർ കോളേജ് മേറ്റ്സാണ്, ക്ലാസ്മേറ്റ്സ് ആയിരുന്നു കോളേജിൽ. അപ്പോൾ അങ്ങനെ ചേച്ചിയാണ് എന്നെ സീരിയലിലേക്ക് കൊണ്ടുവരുന്നത്, ചേച്ചിയുടെ അനിയത്തിയായിട്ട്. പിന്നെ അങ്ങനെ അതിൽ നിന്ന് നിന്നിട്ട് ഞാനൊരു 3 സീരിയലോളം ദൂരദർശൻ ചെയ്തു. പിന്നെ ജയ് ഹിന്ദ് അങ്ങനെ ഇങ്ങനെ സീരീസ് ആണ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ എങ്ങായിരുന്നത്, കാരണം നമുക്ക് ഈ അനിയത്തി വേഷം അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. നമുക്ക് അങ്ങനെ ഒരുപാട് മാരക പെർഫോമൻസ് ഒന്നും ചെയ്യാനുള്ളൊരു അങ്ങനെയൊന്നുമില്ല. എന്നിട്ട് ഞാൻ അതിൽ നിൽക്കുന്ന സമയത്ത് കോളേജിൽ തന്നെ ക്യാമ്പസിൽ നിന്ന് നമ്മൾ ഈ കേരള യൂണിവേഴ്സിറ്റിയുടെ കോമ്പറ്റീഷനൊക്കെ കൊണ്ടുപോകുമല്ലോ. അപ്പൊ അവിടെ എനിക്ക് ഡ്രാമ ഫെസ്റ്റിവൽ ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ നാടകവും സ്കിറ്റും ഒക്കെ ചെയ്ത് കേരള യൂണിവേഴ്സിറ്റിയുടെ 2 വർഷത്തെ ബെസ്റ്റ് ആക്ട്രസ് ആയിരുന്നു ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത്. അപ്പം അന്ന് അവിടെ ഞങ്ങളെ ട്രെയിൻ ചെയ്യാൻ വന്നത് ജിജിക്കുട്ടൻ മാഷാണ്. മാഷ് ഇപ്പോൾ നമ്മുടെ ഡിംസ് കോളേജുണ്ട് ചാലക്കുടി, ഡിംസിൽ പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യാണ്. മാത്രമല്ല നമ്മുടെ ഉപ്പുമുളകിനകത്തെ ഓട്ടോ ചന്ദ്രൻ എന്ന് പറയുന്ന ക്യാരക്ടർ പുള്ളിയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ സാറാണ് ആദ്യമായിട്ട്, സാറല്ല ചേട്ടൻ, കുട്ടേട്ടനാണ് ആദ്യമായിട്ട് എന്നിലൊരു നടി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നതും എനിക്ക് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു തന്നതൊക്കെ പുള്ളിയാണ്. പിന്നെ കോമഡിയിലേക്ക് വന്നു. അതൊരു ഇതായി, കോമഡിയിൽ വന്നത് വേറൊരു വഴിത്തിരിവായി. അതായത് ഇപ്പോൾ നമ്മൾ ഡ്രാമയിൽ ചെയ്യുമ്പോൾ ക്യാരക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ചെയ്തിട്ടുണ്ടാവും അല്ലേ, ഡ്രാമയിൽ അമ്മ അനിത്യയൊക്കെ ഒരുപാട് കഥാപാത്രങ്ങൾ സീരിയസ് ആയിട്ട് ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കോമഡിയിലേക്ക് വരുമ്പോൾ എന്നെ കൊണ്ട് പറ്റുമോ എന്നുള്ളൊരു ഒരു പേടിയോ? അതാ ഞാൻ പറഞ്ഞതേ, അത് എന്നെ സംബന്ധിച്ച് കാരണം കോമഡി എന്ന് പറഞ്ഞാൽ അത്രയും തൊടാൻ കുറച്ച് ലോങ് ആണ്. കാരണം എല്ലാവർക്കും പറ്റുന്ന സംഭവമല്ല കോമഡി എന്ന് പറയുന്നത്. കാരണം സാഡും സെന്റിമെന്റ് ഒക്കെ സുഖമായിട്ട് പറ്റും, പക്ഷെ കോമഡി ആളെ ചിരിപ്പിക്കണ്ടേ, ചിരിക്കണ്ടേ. പോയി കഴിഞ്ഞാൽ എല്ലാം പോയി. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് എവിടുന്നാണോ? കോൺഫിഡൻസ് നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. കോൺഫിഡൻസ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. ഇപ്പൊ നമുക്ക് ചിലപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ടാലന്റ് ചിലപ്പോൾ നമുക്ക് ജന്മന ഉണ്ടാവാം, ജന്മന ടാലന്റ് ദൈവം തന്നിട്ടുണ്ടാവാം നമുക്ക്. പക്ഷെ നമ്മളത് ഡെവലപ്പ് ചെയ്യണം. ആ ടാലന്റ് നമുക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് നമ്മളത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മൾ കുറേ എന്താ പറയാ, നമ്മൾ കുറേ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ ആ കോൺഫിഡൻസ് ലെവൽ ഉണ്ടാക്കിയെടുക്കണം. ഞാൻ പറഞ്ഞു വെച്ചാൽ കോൺഫിഡൻസിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ എന്ന് വെച്ചാൽ ഈ കൂടുതലും എനിക്ക് തോന്നിയിട്ടുള്ള നമ്മുടെ ഈ കോമഡി ഫീൽഡിൽ നമ്മൾ കുറച്ച് ഇളകി ചെയ്താൽ മാത്രമാണ് ആളുകൾക്ക് എന്താ പറയുക കണക്റ്റ് ആവുകയുള്ളൂ, വർക്കൗട്ട് ആവുകയുള്ളൂ. നമ്മൾ നോർമലി ഒരു ഡയലോഗ് നമ്മൾ നോർമലി പറഞ്ഞു പോകുന്നത് കോമഡിയിൽ നമുക്ക് ചിലപ്പോൾ വർക്കൗട്ട് ആവണമെന്നില്ല. അങ്ങനെ പറയുന്നതും ഉണ്ട്. അങ്ങനത്തെ കോമഡികൾ, അതായത് പറഞ്ഞു പോകുന്നതും വേണ്ട, അത് മോഡുലേഷൻ വഴിയാണ് നമ്മൾ അത് പറഞ്ഞ് ചിരിപ്പിക്കുന്നത്. പക്ഷെ ചിലത് നമ്മൾ കുറച്ച് ഇളകി ചെയ്തും അങ്ങനെ ആക്ഷൻ കോമഡി എന്ന് പറയില്ല. ഈ ആക്ഷൻ കോമഡി സ്ത്രീകൾ ചെയ്യുന്നത് വളരെ കുറവാണ്. ആക്ഷൻ കോമഡി വേറൊരു ഭാഗമാണ്. അത് ഇപ്പം എല്ലാവരും എൻ്റെ ചുറ്റിലും നിൽക്കുന്ന എൻ്റെ ഗുരുക്കന്മാരാണെങ്കിലും എൻ്റെ സഹോദരന്മാരായിട്ട് നിൽക്കുന്ന എൻ്റെ ചേട്ടന്മാരാണെങ്കിലും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ അവരെന്നോട് പറയുന്നത്, അശ്വതി നിനക്ക് ആക്ഷൻ കോമഡിയാണ് നീ ചെയ്യുന്നത്, എനിക്ക് അങ്ങനെ ചെയ്യാനാണ് കുറച്ച്. അത് ഞാൻ അത് ഉണ്ടാക്കിയെടുത്തതാണ്. അതിന് മെയിനായിട്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ സ്ത്രീകൾക്ക് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര ഇൻഹിബിഷനാണ്. നമ്മളൊരു ചമ്മല്, ഇപ്പൊ 3 പേര് ഇരിക്കുന്ന നമ്മൾ ആ 3 പേരുടെ ഫ്രണ്ടില് നമ്മളിങ്ങനെ ഇരിക്കുവാണെങ്കിൽ സേഫ് ആയിട്ട് ഇങ്ങനെ ഇരിക്കും, കംഫർട്ട് സോൺ ആണ്. പക്ഷെ പല കുട്ടികളും ഒരു 3-4 ആൺകുട്ടികൾ 3-4 പേര് അവിടെ ഇരിപ്പുണ്ടെങ്കിൽ അവിടെ ഒരു ഗ്ലാസ് വെള്ളം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ഒറ്റയ്ക്ക് പോയി എടുത്ത് കുടിക്കാൻ ഒരു മടിയുണ്ട്. അത് എടുക്കാനുള്ളൊരു മടിയുണ്ട്. അത് ഞാനൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ നമ്മളൊരു ബസ്സിൽ കയറുന്നെന്ന് വെച്ചോ, ഇപ്പൊ ബസ്സിൽ നമുക്ക് നല്ല വെയിലടിക്കുന്നുണ്ട്, ഷട്ടർ തുറന്നു വെച്ചിരിക്കുകയാണ്, അത് അടയ്ക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ്. നമ്മൾ ഒരു പെൺകുട്ടികളും നമ്മൾ ആ കൈ ഉയർത്തി
ആ ഷട്ടറിന്റെ ക്ലിപ്പ് എടുത്ത് അത് താഴ്ത്തിയിടാൻ ഇച്ചിരി മടി കാണിക്കും. മടി കാണിച്ചിട്ടുണ്ടായിരുന്നു. മുമ്പുണ്ടായിരുന്നു, നമ്മള് ചെറുപ്പത്തിലുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മൾ ബ്രേക്ക് ചെയ്യണം. അത് പക്ഷെ ഇപ്പോഴത്തെ പെൺകുട്ടികൾ അങ്ങനെയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ. നമ്മൾ ഒരുപാട് ഇപ്പൊ എന്റെ കാലഘട്ടത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. അതിനൊക്കെ ഒത്തിരി വ്യത്യാസമുണ്ട് ഇപ്പൊ പെൺകുട്ടികൾക്ക്. പക്ഷെ അങ്ങനത്തെ ഒരു വ്യത്യാസം വരണം. പക്ഷെ നെഗറ്റീവ്സ് ഉണ്ടല്ലോ ഇക്കാലത്തെ. ഞാൻ പറഞ്ഞത് ആ ഒരു നമ്മൾ മാറ്റം വരണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മളുടെ ശരീരം എന്ന് പറയുന്ന ഒരു സാധനം നമ്മളെ വളർത്തുന്നതിന്റെ കുഴപ്പമാണ്. നമ്മുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, പെൺകുട്ടികളെ വളർത്തുന്നത്. പെൺകുട്ടികളുടെ കാല് ഒതുക്കി വെക്കണം, കൈ ഒതുക്കി വെക്കണം, എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ ഇങ്ങനെ ഇരിക്കാവൂ. ഞാൻ ചോദിക്കണം, ആൺകുട്ടികൾക്ക് അങ്ങനെയൊന്നും ഇല്ലല്ലോ, പിന്നെ എന്തിനാ നമ്മൾ പെൺകുട്ടികളും അങ്ങനെ തന്നെ ഇരിക്കണമെന്ന് വാശി പിടിക്കണത്? അതിലെനിക്ക് നമുക്ക് നമ്മളുടെ ഒരു കംഫർട്ടില്ലേ. ഇപ്പം എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് കംഫർട്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക, എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ് എൻ്റെ കംഫർട്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇരിക്കുക. അത് നമ്മുടെ സ്ത്രീകളാണെങ്കിൽ അത് അവരുടെ കംഫർട്ടാണ്. പക്ഷെ ഞാനത് ബ്രേക്ക് ചെയ്തത് എവിടെ നിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിരീക്ഷ എന്ന് പറഞ്ഞിട്ടൊരു വിമൻസ് തിയേറ്റർ ഉണ്ട്. നിരീക്ഷ കേരളത്തിൽ ഒരു വിമൻസ് തിയേറ്ററേ ഉള്ളൂ. നിരീക്ഷ എന്നാണ് പേര്, ട്രിവാൻഡ്രത്താണ്. ഞാൻ അവിടെയാണ് കുറേ കാലം വർക്ക് ചെയ്തിരുന്നത്. എൻ്റെ കല്യാണത്തിന് മുന്നേയും ശേഷവും ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. കല്യാണത്തിന് മുന്നേ അപ്പം ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ ഡിഗ്രി കാലഘട്ടം ഒക്കെ ഡിഗ്രി ഇറങ്ങിയ സമയം മുതൽ അതിൻ്റെ ഒരു 22 വയസ്സ് ആ ഒരു ടൈം ഉണ്ടല്ലോ, ആ ടൈമിൽ ഒക്കെ ഞാൻ അവിടെ ആയിരുന്നു. ഞാൻ അവിടെ നിന്നാണ് എൻ്റെ ഒരിക്കൽ ബ്രേക്ക് വരുന്നത്. കാരണം അവിടുത്തെ എക്സർസൈസുകൾ എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഒരു സ്ത്രീയാണ്, അതുകൊണ്ട് നമ്മൾ അതുവരെ ഉണ്ടാക്കി എടുത്തോണ്ടുവന്ന കുറേ ഇതുണ്ടല്ലോ. കൈ ഒരു പരിധി കഴിഞ്ഞാൽ പൊക്കരുത്, കാല് ആ കംഫർട്ട് സോൺ, നമ്മൾ അന്ന് വിചാരിച്ചു വെച്ചിരുന്ന കംഫർട്ട് സോൺ ഉണ്ടല്ലോ, അത് ബ്രേക്ക് ചെയ്യാന്നുള്ളതാണ് അവർ ആദ്യം തന്ന എക്സർസൈസ്. നമ്മളോട് പറയുന്നത് ആദ്യം നിങ്ങൾ കാലകത്തി വെച്ച് കൈ അകത്തി വെച്ച് നിൽക്കുക, കാലകത്തി വെച്ച് കൈ അകത്തി വെച്ച് ഇരിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആദ്യം തരുന്ന എക്സർസൈസ്. നമ്മൾ ഉറക്കെ വിളിക്കുക, നമ്മുടെ ഏറ്റവും ലൗഡായിട്ട്, നമുക്ക് എത്രത്തോളം ലൗഡായിട്ട് വിളിക്കാൻ പറ്റുമോ അത്രയും ലൗഡായിട്ട് വിളിക്കുക മാക്സിമം. ഒരു പെൺകുട്ടി എവിടെയാണ് അത്ര ലൗഡായിട്ട് എപ്പോഴാണ് വിളിക്കുന്നത്? എപ്പോഴും വിളിക്കാൻ അവൾക്ക് പറ്റും. അവൾക്ക് ഈ ലൗഡായിട്ട് എപ്പോൾ ചിരിക്കാൻ പറ്റും, എപ്പോൾ കരയാൻ പറ്റും? ഒന്നുകിൽ ഒരു മുറിക്കകത്ത്, അതും ഒരു മുറിയുടെ ഉള്ളിൽ നമ്മുടെ ഫ്രണ്ട്സോ അച്ഛനോ അമ്മയോ ആരെങ്കിലും ആയിട്ട് നമ്മൾ ഒരു പരിധിയിൽ കൂടുതൽ സൗണ്ടിൽ ചിരിച്ചു കഴിഞ്ഞാൽ കൂടെ ഉള്ളവർ പറയും ശബ്ദം കുറച്ച് വെളിയിൽ, എവിടെയെങ്കിലും കെട്ടിച്ചു വിടാനുള്ളതാണ്. അപ്പുറം ഇപ്പുറം ഉള്ളവരൊക്കെ കേൾക്കും, ഇച്ചിരി പതിയെ ഓളിയം കുറച്ച് എന്ന് പറയില്ലേ നമ്മൾ. ഞാനൊക്കെ അത് കേട്ട് തന്നെയാണ് വളർന്നത്. എൻ്റെ അച്ഛനമ്മയൊക്കെ അതേ ഒരു ഇതിലൊക്കെ തന്നെയാണ്. പക്ഷെ ഇപ്പൊ അവരത് പറയില്ല. ഇപ്പൊ ഞാൻ അതൊക്കെ ബ്രേക്ക് ചെയ്യിപ്പിച്ചു അവരെ കൊണ്ട്. അല്ല, അത് അവരും അങ്ങനെയാണ് വളർന്നു വന്നത്, അത് അങ്ങനെ തന്നെയാണ് വളർന്നു വന്നത്. അതുകൊണ്ടാണ് ഞാൻ അവരെ കുറ്റം പറഞ്ഞല്ല. അങ്ങനത്തെ പാരന്റ്സ് ഇപ്പോഴും ഉണ്ട്. പക്ഷെ അതൊന്നും അല്ല ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവൾക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇനിയുള്ള ഇതിൽ അവർ ജീവിക്കേണ്ടത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവിടെ പോയപ്പോൾ എന്നോട് ആദ്യം പറഞ്ഞത് അശ്വതിക്ക് മാക്സിമം ലൗഡായിട്ട് വായൊക്കെ അത്രയും തുറന്നിട്ട് വിളിക്കാനാ പറഞ്ഞത്. അപ്പൊ നമുക്ക് നമ്മുടെ ഉള്ളിലുണ്ടായിരുന്ന കുറെ ഫ്രസ്ട്രേഷൻ, കുറെ കാര്യങ്ങളൊക്കെ ബേസ്റ്റ് ഔട്ട് ആയി പോകും. ഭയങ്കര രസമാണ് അത്. ആ ഒരു എന്താ സംഭവം, നമ്മൾ ഇവിടുന്ന് എടുക്കാൻ പറയും ശബ്ദം, ഉള്ളിന്ന്, ഇവിടെ നിന്നല്ല, ഇവിടുന്ന് നമ്മുടെ ഈ അബ്ഡോമനിൽ നിന്ന് നമുക്ക് വരണം ആ ഒരു ഇത്. അതൊക്കെ തിയേറ്റർ എക്സർസൈസിൽ വർക്ക്ഷോപ്പിൽ നിന്നൊക്കെ കിട്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മുടെ കൈ നമുക്ക് മാക്സിമം പൊക്കാം, മാക്സിമം വൈഡാക്കണം. നമ്മുടെ ഓർഗൻസ് എല്ലാം, നമ്മുടെ കൈ, കാല്, മുഖം, നമ്മുടെ വായ, ചുണ്ട്, കണ്ണ്, ചെവി എല്ലാം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള ആ ഒരു എക്സർസൈസ്. അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ആ എക്സർസൈസുകൾ എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ആക്ഷൻ കോമഡിയിലേക്കൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എന്തിനു എനിക്കൊരു ഇൻഹിബിഷനും ഇല്ല. ഇപ്പം എനിക്കൊരു ക്യാരക്ടർ തരുന്നു, അത് ഭയങ്കരമായിട്ട് ഇങ്ങനെ ചാടി മറിഞ്ഞ് തുള്ളി ചെയ്യേണ്ട ക്യാരക്ടർ ആണെങ്കിൽ എനിക്കൊരിക്കലും അയ്യോ ഞാൻ എങ്ങനെ അത് ചെയ്യും എന്നുള്ളൊരു സാധനം എൻ്റെ ബോഡിയിൽ വരില്ല. ഞാനത് ആ സമയത്ത് പ്രത്യേകിച്ച് അത് പെർഫോം ചെയ്യുന്ന സമയത്ത് ഞാനത് എൻ്റെ മാക്സിമം ബോഡി ഉപയോഗിച്ച്, അല്ലെങ്കിൽ എൻ്റെ ബോഡിയിൽ എവിടെയെങ്കിലും അനങ്ങുന്നുണ്ടോ, എൻ്റെ ബോഡിയിൽ ബോറാവുന്നുണ്ടോ, ഇല്ല. പിന്നെ എൻ്റെ മുഖമൊക്കെ എനിക്ക് എന്ത് കോസ്റ്റ് വേണമെങ്കിലും ഞാൻ കാണിക്കും. എനിക്ക് അതാണ് കുറച്ചും കൂടി നല്ലതല്ലേ. എനിക്ക് അതാണ് ഇഷ്ടം. ഇപ്പൊ എല്ലാരും അങ്ങനെ ഇഷ്ടപ്പെടണമെന്നൊന്നും ഇല്ല കേട്ടോ. ഞാൻ എന്റെ കാര്യം പറയാം. ചിലപ്പോ ഈ കാണുന്നവർക്കാണെങ്കിൽ പോലും ഞാൻ കാണിക്കുന്നതൊക്കെ കുറച്ച് ഓവറാണെന്നും ഒക്കെ തോന്നുന്നുണ്ടാവാം. അല്ല, നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്തിൽ ആ സ്ഥലത്തിലേക്ക് പോകുമ്പോൾ നമ്മൾ ആക്ടിങ് നാച്ചുറലിലേക്ക്
കിട്ടില്ല. മനസ്സിലായോ? നമ്മള് ഒന്നും മനസ്സിലായില്ലേ? നാച്ചുറലായിട്ട് പോകും. നമ്മളിപ്പോ ചെയ്തുകൊണ്ടിരിക്കുമ്പോ നമ്മളിപ്പോ കണ്ണങ്ങനെയാണോ, പ്രേക്ഷകർ എങ്ങനെ കാണുന്നേ, അങ്ങനത്തെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോ നമ്മൾ ഭയങ്കരമായിട്ട് ഇതാവുകയല്ലേ, നമ്മള് ഭയങ്കരമായിട്ട് അയ്യോ, നമ്മൾ കോൺസെൻട്രേഷൻ മുഴുവൻ അവിടെ പോകും. നമുക്കപ്പോൾ നമ്മൾ പെർഫോമൻസിൽ നമുക്ക് 100% കൊടുക്കാൻ പറ്റില്ല. അതിലൂടെ സൗണ്ടും മാറി, ഭയങ്കര സൗണ്ടാണ്, ലൗഡാണ്. എനിക്ക് അതാ ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ ലൗഡായിട്ട് എൻ്റെ വീട്ടിൽ ഇപ്പോഴും ഞാൻ അങ്ങനെയാണ് സംസാരിക്കുന്നത്. എനിക്കിഷ്ടമുള്ളതുപോലെ ഇരിക്കും, എനിക്കിഷ്ടമുള്ളതുപോലെ നടക്കും, എനിക്ക് ഒച്ചത്തിൽ സംസാരിക്കും. ഇപ്പം എൻ്റെ അച്ഛനും അമ്മയൊക്കെ അല്ലെങ്കിൽ അമ്മ ഇനിയിപ്പോൾ നീ വന്നു എന്ന് ഇവിടെ മൊത്തം നാട്ടുകാരും അറിഞ്ഞിട്ടുണ്ടാവും. ഞാൻ വീട്ടിൽ എൻ്റെ അമ്മ പറയും നീ വന്നെന്ന് എല്ലാവരും അറിയും. ഞാൻ പറഞ്ഞ അറിയട്ടെ, ഞാൻ എൻ്റെ വീട്ടിലല്ലേ വന്ന്, എൻ്റെ വീട്, എൻ്റെ വീട്, എൻ്റെ അച്ഛൻ, എൻ്റെ അമ്മ, എനിക്കുള്ള എൻ്റെ സ്പേസ്. സ്പേസ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, അത് സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും ഏറ്റവും വലിയൊരു വാക്കാണ് ലൈഫിലെ. എൻ്റെ കോൺസെപ്റ്റ് ആയിട്ടാണ് ഞാൻ എല്ലാവരുടെയും അല്ല പറയുന്നത്. ഞാൻ ഈ പറയുന്നതൊക്കെ തികച്ചും എൻ്റേത് മാത്രമാണ്, എൻ്റെ പേഴ്സണൽ കാര്യങ്ങളാണ്, എൻ്റെ പേഴ്സണൽ അഭിപ്രായങ്ങളാണ്. ഇത് കണ്ടിട്ട് ആർക്കും എന്താ അങ്ങനെയൊന്നും തോന്നരുത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം എൻ്റെ സ്പേസ് എന്ന് പറയണത് നമുക്ക് എല്ലാവർക്കും ഒരു സ്പേസ് വേണം അല്ലേ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആ വാക്കും ആ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന സ്പേസ്. കാരണം എൻ്റെ വീടെന്ന് പറയുന്നത് എൻ്റെ സ്പേസ് ആണ്. അത് ഞാൻ എന്താണ് അവിടെ കാണിക്കാണ്ട് ഞാൻ വേറെ എവിടെ കാണിക്കും? എനിക്ക് അവിടെ ഒരു സ്വാതന്ത്ര്യം ഇല്ല എന്ന് പറയുമ്പോൾ അത് പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെ ജീവിക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. എനിക്ക് എൻ്റെ സ്പേസ് ആകുമ്പോഴത്തേക്കിനും എനിക്ക്, കാരണം നമ്മളൊരു സൊസൈറ്റിയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എൻ്റെ സ്പേസ് ആണെന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്ത് കാണിക്കാൻ അവിടെ പറ്റത്തില്ല. അത് പറ്റില്ല, അത് ഉറപ്പാണ്. നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് എന്താ പറയുക, നമ്മൾ കുറച്ചൊക്കെ നമ്മൾ പിന്നെ സൊസൈറ്റി ആയതുകൊണ്ട് ഇപ്പം എല്ലാ സൊസൈറ്റിക്ക് അനുസരിച്ച് ജീവിക്കണമെന്നല്ല ഞാൻ പറയുന്നത്. എന്ന് വെച്ചിട്ട് സൊസൈറ്റിയിൽ നമുക്ക് എന്തും കാണിക്കാം എന്നുമില്ല. നമ്മുടെ ചേട്ടൻ്റെ സപ്പോർട്ടൊക്കെ എങ്ങനെയാ? ഹസ്ബൻഡ് അങ്ങനല്ല, സപ്പോർട്ട് ഇല്ലാതല്ല. ആള് എന്താ പറയാ, ആള് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാണ്. തീർച്ചയായിട്ടും. ഞാൻ ഒരു ഇത് ഇന്റർവ്യൂവിന് വേണ്ടി പറയുന്നൊന്നുമല്ല, പിന്നെ തീർച്ചയായിട്ടും വഴക്കുണ്ടാവാതിരിക്കോ? അതിപ്പോ എവിടെ, ഏത് റിലേഷൻഷിപ്പിലാണ് വഴക്കുണ്ടാവാതിരിക്കുക? ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ കയ്യാങ്കളി ഇല്ല. അത് കല്യാണത്തിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്. മേല് നോവിക്കണ പരിപാടിയൊന്നും പാടില്ല. അത് അങ്ങോട്ടും പറഞ്ഞിട്ടുണ്ട്. ഇല്ല. തമാശക്കൊക്കെ നമ്മൾ ചിലപ്പോൾ എന്തെങ്കിലും ഒക്കെ കാണിക്കണം, അല്ലാണ്ട് സീരിയസ്ലി അങ്ങനെ തമാശക്കാണെങ്കിൽ പോലും ഒരു പരിധി വിട്ട് എനിക്ക് മേലെ നോന്ന് ഞാൻ തിരിച്ചു കൊടുക്കും. ആൾക്കും അങ്ങനെ ഈ പിച്ചുക അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആൾക്കും ഇഷ്ടമല്ല. ഞാൻ ചിലപ്പോ ഇങ്ങനെ നമ്മൾ സ്നേഹം കൂടുമ്പോഴും അങ്ങനെയൊക്കെ ചിലപ്പോൾ പിടിച്ച് കടിക്കും, അത്രേ ഉള്ളൂ. അപ്പൊ ആള് തിരിച്ചു അതുപോലെ തന്നെ. അല്ലാണ്ട് അങ്ങനെ ഭയങ്കരമായിട്ട് ഞങ്ങളുടെ മാരേജിന് മുന്നേ ഞങ്ങൾ പരിചയപ്പെട്ട് കല്യാണം കഴിക്കാമെന്ന് തീരുമാനിക്കുമ്പോൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറെ കാര്യങ്ങൾ സംസാരിച്ച് ഒരു ഡീലാക്കിയിട്ടാണ് ഞങ്ങൾ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ വെറൈറ്റി ഒന്നും അല്ല. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എന്താണ് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ആവശ്യങ്ങൾ, ഇങ്ങനെയൊക്കെയാണെന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് ഞാൻ കല്യാണം. പുള്ളിക്കാരനും അങ്ങനെ തന്നെയാണ്. എന്നോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ തമ്മിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഭയങ്കര മാച്ചാണ്. പുള്ളി ട്രാവലിംഗ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു. ട്രാവൽ, ഫുഡ് എക്സ്പ്ലോർ, പിന്നെ ഫ്രീഡം. രണ്ടുപേർക്ക് ഫ്രീഡം ആണ്. കാരണം മാച്ച് അല്ലാത്തൊരു 3 കാര്യം പറഞ്ഞേ. എനിക്ക് ഇതാണ് ഇഷ്ടം, പക്ഷെ ചേട്ടൻ അതല്ല ഇഷ്ടം, അങ്ങനെ ഒരു സാധനം എന്തെങ്കിലും ഉണ്ടോ? മാച്ച് അല്ലാത്തത് ഉണ്ടാവൂലോ, എല്ലാം ഒരുമിച്ച് അങ്ങോട്ടേക്കില്ലോ ദൈവം. അതെ, സഡനായിട്ട് ഇങ്ങനെ പറയുമ്പോ മാച്ച് അല്ലാത്ത എന്തെങ്കിലൊക്കെ മൈൻഡ് ബ്ലാങ്ക് ആയ മാച്ച് അല്ലാത്തത് ചോദിച്ചപ്പോ എനിക്ക് പെട്ടെന്നൊന്നും വരുന്നില്ല. അല്ല, ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ മാച്ച് അല്ലാത്തത് പറയാൻ പറ്റാത്തതിന്റെ കാരണം നമ്മളൊരു കാര്യം പുള്ളിയോട് പറയാണ്, എനിക്ക് ഇങ്ങനെ വേണം കിച്ചു, അല്ലെങ്കിൽ എനിക്ക് ഇതാണ് ഇഷ്ടം, അല്ലെങ്കിൽ ഇങ്ങനെ എനിക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ പുള്ളി വേണ്ടാന്ന് പറയില്ല. പുള്ളിക്കാരൻ സംസാരിക്കുമോ? പുള്ളിക്ക് ഇത് കേൾക്കാനാണ് ഇഷ്ടം. അപ്പൊ ഇയാൾക്ക് എനിക്ക് കേൾക്കാനും പറയാനും ഇഷ്ടമാണ്. എനിക്ക് പറയാനും ഇഷ്ടമാണ്. ഒരാള് അവരുടെ കാര്യങ്ങൾ എന്തോരം നേരെ ഇരുന്ന് പറഞ്ഞാലും ഞാൻ കേൾക്കും. ഇപ്പൊ നീ ഇന്ന് മൊത്തം ഇവിടെ ഇരുന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞുകൊണ്ടിരുന്നാലും ഞാൻ കേട്ടോണ്ടിരിക്കും. എനിക്ക് കേൾക്കാൻ ഇഷ്ടമാണ്. അവർക്ക് സൊല്യൂഷൻസ്
പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്, സജഷൻസ് പറഞ്ഞു കൊടുക്കാൻ ഇഷ്ടമാണ്. അവർ പറയടാ ഇങ്ങനൊരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞാൽ ഞാൻ പറയും അതിനെന്താ കുഴപ്പം, നീ സമാധാനമായിട്ടിരിക്കും, നമുക്ക് നോക്കാം, അതിന് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ട് എന്ന് പറയും. പക്ഷെ അതുപോലെയാണ് എൻ്റെ ഹസ്ബൻഡ്. പുള്ളിയോട് എന്തും പറയാട്ടോ, എന്ത് പ്രശ്നമാണെങ്കിലും പോയി പറയാം. ഭയങ്കര സപ്പോർട്ടാണ് പുള്ളി. അതിനുള്ള സൊല്യൂഷൻസ് അപ്പം തന്നെ, പുള്ളിക്ക് ഒരാവശ്യം ഉണ്ടാവില്ല കേട്ടോ, എന്നാലും പുള്ളി അവിടെ ഇരുന്ന് അതിനുള്ള സൊല്യൂഷൻസ് ഒക്കെ ആലോചിച്ച് കണ്ടുപിടിച്ച് അവർക്ക് പറഞ്ഞു കൊടുത്ത് അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അമ്മയുടെ കേസ് പറഞ്ഞല്ലോ, അമ്മ പണ്ടത്തെ അശ്വതി ബിഫോർ ആഫ്റ്റർ എന്ന് പറഞ്ഞ സംഭവമുണ്ട്. പണ്ടത്തെ അശ്വതി എന്ന് പറഞ്ഞാൽ ഭയങ്കര പാവമാണ്, സാഡാണ്. അപ്പോൾ ഈ മാറ്റം അമ്മ എങ്ങനെ അക്സെപ്റ്റ് ചെയ്തു പെട്ടെന്ന്? എടി എന്താടി ഇങ്ങനെ കാണി അങ്ങനെ? ഇല്ല എൻ്റെ അമ്മയും അച്ഛനും കുറച്ചുകൂടി എന്താ പറയാ അപ്ഡേഷൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. പിന്നെ കാലത്തിനനുസരിച്ച് മാറുന്ന ആളാണ്. കാര്യം അവരുടേതായിട്ടുള്ള ഉള്ളിലുള്ള കുറേ സാധനങ്ങൾ അങ്ങനെ തന്നെയാണ് ഇപ്പോഴും. ചില കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിലാവും. ഞാൻ അപ്പം ചോദിക്കും, അമ്മ എൻ്റെ പൊന്നമ്മ എന്തുവാ അമ്മ, ഇതൊന്നും ഒരു മാറ്റവും ഇല്ലേ അമ്മ, അങ്ങനെ ചിന്തിക്കല്ലേ, മാറി ചിന്തിക്കുന്നൊക്കെ പറയുമ്പോൾ പക്ഷെ അതിന് തർക്കിക്കില്ല, മനസ്സിലാക്കും. പിന്നെ അത് തന്നെ വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ മേൽ ഇംപ്ലിമെന്റ് ചെയ്യില്ല, ഇനി അത് തന്നെ ചെയ്യണം, ഫോഴ്സ് ചെയ്യില്ലോ. അത് എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ടായിരിക്കും കേട്ടോ. കാരണം ചേച്ചിയോട് ഇപ്പോഴും എന്റെ ചേച്ചിയോട് ചിലപ്പോഴും ഇപ്പോഴും അമ്മയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ, ചേച്ചി എന്റെ നേരെ ഓപ്പോസിറ്റ്. ചേച്ചിക്ക് ഒന്നും വേണ്ട, ചേച്ചി അങ്ങനത്തെ ഒരു ക്യാരക്ടർ. അല്ല അതുകൊണ്ട് തന്നെ ഇപ്പൊ സൊസൈറ്റി അല്ല, സോറി, സൊസൈറ്റി നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഈ ഫാമിലി റിലേറ്റീവ്സിന്റെ ഇടയിലൊക്കെ എപ്പോഴും പാവം എന്റെ ചേച്ചിയാണ്. ചേച്ചിയുടെ ലവ് മാരേജ് ആയിരുന്നു. അശ്വനി ചന്ദ്. ചേച്ചിയുടെ പേര് അശ്വനി ചന്ദ്, എന്റെ പേര് അശ്വതി ചന്ദ്. അച്ഛന്റെ പേര് ചന്ദ്രനാണോ? അതാ ഞാൻ പറഞ്ഞ അച്ഛൻ്റെ അമ്മയും കുറച്ച് ഫോർവേഡ് ആണെന്ന്. അച്ഛൻ അന്നേ ചന്ദ്രൻ എന്നുള്ള പേര്. എനിക്കിപ്പോ 34 വയസ്സുണ്ട്, എന്റെ ചേച്ചിക്ക് 36 ഉണ്ട്. അപ്പൊ 36 ഇയേഴ്സിന് മുന്നേ ചന്ദെന്നാണ് എന്റെ അച്ഛൻ പേരിട്ടത്. നോർമലി ലേഡീസ് എല്ലാവരെയും ഏജ് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ്, പക്ഷെ അത്രയ്ക്ക് എനിക്ക് ബുദ്ധിമുട്ടില്ല. പെട്ടെന്ന് മാറിയതാണോ അതോ എന്തിപ്പോ ഇൻഡസ്ട്രിയിൽ വന്നു കഴിഞ്ഞു പറഞ്ഞില്ലെങ്കിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് മാറിയതാണോ? അല്ല, പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആർക്കും അറിയണമെന്നൊന്നും അങ്ങനെയൊന്നുമില്ല. ഇപ്പോഴും എന്റെ കൂടെയുള്ള എനിക്ക് പരിചയമുള്ളവരൊക്കെ പ്രായം കുറച്ച് പറയണ ഒരുപാട് പേരുണ്ട്. ഇപ്പൊ കമന്റ്സിലൊക്കെ ആണെങ്കിൽ ഇയാൾ എന്റെ കൂടെ പഠിച്ചതാണ്, എനിക്ക് 34 വയസ്സ് തന്നെയാണ്, എനിക്കറിയാം. നിങ്ങൾ 30 പറഞ്ഞാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഞാൻ അങ്ങനെ ഈ അറിഞ്ഞൂടാത്തൊരു ആർക്കും എന്റെ ഏജ് അറിയാൻ വഴിയില്ല എന്നൊരു സാഹചര്യത്തിൽ നിന്നാലും ഞാൻ എന്റെ ഏജ് പറയും. അത് പണ്ടോട്ട് അതൊരു ട്രൂത്ത് ആണ്. അല്ലെ, അതെ, അതൊരു സത്യമാണ്. ആ സത്യത്തിനെ നമുക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അത് കുറയ്ക്കാൻ പറ്റുമോ? ഇല്ല. നമുക്ക് വാഗുകൊണ്ട് കുറയ്ക്കാം, പറഞ്ഞു കുറയ്ക്കാം, പക്ഷെ അത് റിയലി അതാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല. സോ പറയാ അപ്പൊ അത് ട്രൂത്ത് അതല്ലേ, നമ്മളത് പറഞ്ഞു. പണ്ടോട്ട് അങ്ങനെ തന്നെയായിരുന്നു. ഞാൻ പണ്ടോട്ട് അല്ല, എന്റെ പ്രായം പറയൂ അല്ലേ? എനിക്കതില് മടിയില്ല. വേറെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ കാര്യം തോന്നുന്നു, ക്യാരക്ടർ നമ്മൾ ടി വിയിൽ കാണുന്ന സമയത്ത് ഭയങ്കര ഏജ് അല്ല, ഒരു 39, 41 റേഞ്ച് ഒക്കെ. ഞാൻ കാലിക്കുന്ന സമയത്താണ് അങ്ങനെ എൻട്രി, കൊള്ളാലോ. ഞാൻ ആലോചിച്ചു കേട്ടോ, ബ്ലാക്ക് പറയാൻ വേണ്ടിയായിരുന്നു. ഞാൻ എന്നെ വിളിക്കുമ്പോ ആനന്ദേട്ടനോട് ഞാൻ പറഞ്ഞ ചേട്ടാ, ഞാൻ സാരി ഞാൻ ചോദിച്ചു ചെയ്ത് കൊടുക്കണം സാരി അല്ല, ബിക്കോസ് എനിക്ക് ഈ സാരി ഉടുക്കണം എന്നുണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡ് മേടിച്ചത്, ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്ത സാരിയാണ്. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ഇങ്ങനത്തെ കളേഴ്സ് ദേവി ഫ്രണ്ടിൽ വന്ന് പ്രത്യക്ഷപ്പെട്ട പോലെ ഒരു ഫീല്. കാരണം കമ്മൽ ഒരു രക്ഷയില്ലാട്ടോ, സീരിയസ്ലി. എന്നിട്ട് ഞാൻ കുറെ ഇന്റർവ്യൂസ് കാണുമല്ലേ, കാണുന്ന സമയത്ത് ആങ്കർ ഇതേപോലെ പറയും, നമ്മൾ ഒരേ സെയിം ഷർട്ട് ആണല്ലേ, സെയിം കളർ ആണല്ലേ, നമ്മൾ പ്ലാൻ ചെയ്തിട്ടില്ലല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ചുമ്മാ ഒരു പ്ലാൻ ചെയ്തിട്ടോ, ഫോൺ കൂടെ ചേച്ചി ഇങ്ങനെ ബ്ലാക്ക് ഇട്ടോ, ഞാൻ ബ്ലാക്ക്. എനിക്ക് ബ്ലാക്ക് കളറാണ് എൻ്റെ ഫേവറേറ്റ്. ബ്ലാക്ക് കളറാണ്, ബ്ലാക്കും വൈറ്റും ആണ് എൻ്റെ ഫേവറേറ്റ് കളേഴ്സ്. ഹസ്ബൻഡിനും ബ്ലാക്കും പിന്നെ ആഷ്, ഡാർക്ക് ബ്ലൂ, അങ്ങനെ ആൾക്കും അങ്ങനത്തെ ഓഫായിട്ടുള്ള കളേഴ്സാണ് ആളുടെയും ഫേവറേറ്റ് കളേഴ്സ്. ബ്ലാക്കും വൈറ്റും ഒക്കെയാണ് ആഷ് ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം പുള്ളി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത സാരിയാണിത്. അപ്പം എനിക്ക് ഇത്
ഉടുത്തിട്ട് മീൻസ് എനിക്ക് ഉടുക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ആനന്ദേട്ടൻ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഏട്ടാ ഞാൻ സാരി ഉടുത്തോളാം എന്ന് പറഞ്ഞു. സാരി ഉടുത്തോളാം എന്ന് പറഞ്ഞു. ഓക്കെ കുഴപ്പമില്ല സാരി ഉടുത്തോളാം. ഞാനും നിന്നെ കണ്ടപ്പോൾ വിചാരിച്ചത് ഇനി പറഞ്ഞു വെച്ചിട്ട് പക്ഷെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷെ എല്ലാം ഇൻട്രോ കാര്യങ്ങൾ മാത്രമായുള്ളൂ. പക്ഷെ കാറ്റിലോട്ട് വന്നിട്ടില്ല. കാറ്റിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനീഷേട്ടൻ അറിയില്ല. അനീഷേട്ടൻ ആരാണെന്ന്? സുനി സുനി അനീഷേട്ടനെ പെട്ടെന്ന് പറഞ്ഞപ്പോ കുറെ അനീഷേട്ടന്മാരുണ്ട്. അനീഷേട്ടനല്ലേ? അനീഷ് സാരഥി എന്നാണ് പുള്ളിയുടെ പേര്. ശരി, സാരഥി എന്ന് പറഞ്ഞ പുള്ളി ആദ്യം നിന്ന ട്രൂപ്പിന്റെ പേരാണ്. പുള്ളി അങ്ങനെയാണ് അറിയപ്പെടുന്നത്, അനീഷ് സാരഥി. ആള് കുറെ ചീത്ത പറഞ്ഞു, ഭയങ്കര ദേഷ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് കേട്ടുല്ലോ. ഭയങ്കര കരഞ്ഞു, കണ്ണിലും ചോപ്പൊക്കെ വന്ന് പറഞ്ഞിട്ട് ഓർമ്മയുണ്ടോ? അതങ്ങനല്ല, അതല്ല ഞാൻ നമ്മളത് ഇടയ്ക്കിൽ മാറ്ററിന്ന് വിട്ടുപോയത് കൊണ്ടാ. അതായത് എങ്ങനെ ഈ ചന്ദ്രയിലേക്ക് വന്നു എന്നുള്ള സാധനം ഇപ്പോഴും പറഞ്ഞില്ലല്ലോ നമ്മള്. ഇടയിൽ നമ്മള് കോമഡി സ്റ്റാർസ് വരെ എത്തിയിട്ടുള്ളൂ. അപ്പൊ അവിടെ നിന്ന് കോമഡി സ്റ്റാർസിൽ നിന്ന് പിന്നെ വേറെ വേറെ ചാനലിലേക്കൊക്കെ പോയി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഫ്ലവേഴ്സ് നിന്ന് എനിക്ക് വിളി വരുന്നത്. ഇതുപോലെ കോമഡി ഉത്സവം സീസൺ 3 സീസൺ 4 അങ്ങോട്ട് വരാൻ പോവാണ്. മിഥുൻ ചേട്ടനാണ് അതിന്റെ ആങ്കർ. അപ്പൊ അതിനകത്തൊരു പുതിയൊരു സാധനം കൊണ്ടുവരുവാണ്. അർജുൻ സാർ ആയിരുന്നു അതിന്റെ ഡയറക്ടർ. അപ്പം പുതിയൊരു സെഗ്മെന്റ് കൊണ്ടുവരുവാണ്. ഈ 14 ജില്ലകളിൽ നിന്നുള്ള 14 ജില്ലകൾ, ഇപ്പൊ 14 ഭാഷകള്, അങ്ങനെ ഒരു സെഗ്മെന്റ് കൊണ്ടുവരുവാണ്. ക്യാരക്ടർ എൻട്രീസ്, സ്ലാങ് വെച്ചിട്ടുള്ള ക്യാരക്ടർ എൻട്രീസ് കൊണ്ടുവരികയാണ്. അപ്പൊ അത് തുടക്കം നമുക്ക് ട്രിവാൻഡ്രത്ത് നിന്ന് തന്നെ തുടങ്ങാം. അങ്ങനെ ട്രിവാൻഡ്രത്ത് നിന്നുള്ള 2 പേര് വന്ന് ട്രിവാൻഡ്രം സ്ലാങ്ങിൽ പെർഫോം ചെയ്യണം. അതായിരുന്നു സെഗ്മെന്റ്. അങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ് പറയാനായിട്ടുള്ള കുട്ടികളെ അന്വേഷിക്കുമ്പോൾ ആര് പറയും ട്രിവാൻഡ്രം സ്ലാങ് നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ആരുണ്ട് എന്ന് ആലോചിക്കുമ്പോൾ അവിടെ എന്നെ അറിയാവുന്നവരാണ് എൻ്റെ പേര് സജസ്റ്റ് ചെയ്യുന്നത്, അശ്വതി ട്രിവാൻഡ്രം സ്ലാങ്. അപ്പൊ അനീഷേട്ടനൊക്കെ ഗ്രൂമിങ് സൈഡിലുണ്ട്. അവിടെ ഉണ്ട്. അനീഷേട്ടൻ ഗ്രൂമിങ് സൈഡിലുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും പറഞ്ഞു അശ്വതി കോമഡി സ്റ്റാർസിൽ ഇങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ് പെർഫോം ചെയ്യാന്ന്. അപ്പോൾ എൻ്റെ ഒരു അമ്മൂമ്മയുടെ ക്യാരക്ടർ ഉണ്ട് ട്രിവാൻഡ്രം സ്ലാങ് പറയുന്നു, പൊന്മുടി എന്ന് വന്ന് പൊടിയൻ്റെ അമ്മച്ചി എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കോമഡി സ്റ്റാർസിൽ 2 പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ആ ക്യാരക്ടർ. അപ്പോൾ അതിനകത്ത് പക്ക ട്രിവാൻഡ്രം സ്ലാങ് പറയണേ. അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നെ ഇവരെന്നെ കാസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എൻ്റെ ക്യാരക്ടർ ഓക്കെ. അപ്പൊ എനിക്കൊരു മെയിൽ ഒരു ക്യാരക്ടർ വേണം. അതിനാണ് അനീഷേട്ടൻ അന്ന് ലാഗ് സുനി എന്ന് പറഞ്ഞിട്ട് പണിക്ക് പോണ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്, അറിയാമായിരിക്കും. മക്കാട് പണിക്ക് പോകുന്നൊരു ഇത് മായ ചേച്ചി ആയിട്ട് ഒരെണ്ണമുണ്ട്. പണി ചെയ്യണം എന്നൊക്കെ പറയുന്നത് മടിയുള്ളതായിട്ട് പോവാൻ, പണിക്ക് പോകാൻ മടിയായിട്ടുള്ള ആ ക്യാരക്ടർ പുള്ളി ചെയ്ത്. അപ്പൊ 2 പേരും ട്രിവാൻഡ്രം സ്ലാങ് ഹാൻഡിൽ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അങ്ങനെയാണ് ഈ സുനിയും ചന്ദ്രി എന്നുള്ള പേരിട്ട് ഒരു ക്യാരക്ടർ എൻട്രി സെറ്റായി. ഫസ്റ്റത്തെ അതായത് ഓപ്പൺ ഈവന്റ് ഉണ്ടല്ലോ, ഈ ലോഞ്ച് ഈവന്റിന് ഉണ്ണിമുകുന്ദനായിരുന്നു ഗസ്റ്റ് ആയിട്ട് വന്നത്. അപ്പൊ അതിൽ തന്നെ കറക്റ്റായിട്ട് ഹിറ്റായി എന്നുവെച്ചാൽ കയറി അങ്ങ് കൊളുത്തി ഈ സാധനം. അന്ന് ഞാനും അനീഷേട്ടനും ഞാനും കല്യാണം കഴിച്ചിട്ടില്ല. ഞങ്ങള് കല്യാണം കഴിക്കാൻ പോകുന്ന പിന്നെ ആളാണ് അനീഷേട്ടൻ. അപ്പൊ എനിക്കൊരു പഴയ കാമുകനുണ്ട്, മിഥുൻ എന്നാണ് പേര്. സ്കൂളിൽ പഠിച്ചിരുന്നപ്പോ ഉള്ള എന്റെ കളിക്കൂട്ടുകാരൻ. ഇവിടെ ഒരു മിഥുനുണ്ട്, പുള്ളിയെ കാണണം എന്ന് പറഞ്ഞിട്ട് വരുന്ന അങ്ങനെ ഒരു സാധനം. അത് പുള്ളി ഇങ്ങനെ കരയും. അപ്പൊ ഞാൻ നിങ്ങളെ വായിലെന്താ പട്ടി പറ്റി കിടക്കണം അതിലേക്ക് ഞാൻ സ്ലാങ്ങിലേക്ക് പിന്നെ വരാട്ടോ. ഞാൻ വീഡിയോ കൊണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ സംഭവം കണ്ടു. ഞാനും ക്യാമറ ചേട്ടാണ് തോന്നുന്നു അപ്പുറത്തിരിക്കുന്നുണ്ട്. ഞാൻ നോക്കി ചിരിച്ചിട്ട് എന്റെ ചിരി കണ്ടിട്ട് അത് കണ്ടിട്ട് ആള് ചിരിക്കുക. വീണ്ടും ഓടിച്ച് വീണ്ടും 3 വട്ടം ഞാൻ കണ്ടു. 4-5 വട്ടം കണ്ടു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് ചിരി കുറയൂല്ലോ. 3 വട്ടം കണ്ടു. ആ പറയാൻ ടോൺ ഉണ്ടല്ലോ, അത് വല്ലാത്തൊരു സംഭവമാണ്.